ഡൽഹി മദ്യനയ അഴിമതി കേസിൽ മന്ത്രി ആതിഷിയുടെയും സൗരഭ് ഭരദ്വാജിന്റെയും പേരുകളും കെജ്രിവാളിന്റെ ജുഡീഷ്യൽ കസ്റ്റഡി റിപ്പോർട്ടിലാണ് മന്ത്രിമാരായ ആതിഷി മർലേനെയും സൗരഭ് ഭരദ്വാജിനെയും പരാമർശിക്കുന്ന ഇടനിലക്കാരൻ വിജയ് നായരുമായി ബന്ധപ്പെട്ടിരുന്നത് ഇരുവരുമായിരുന്നു എന്ന് കെജ്രിവാൾ പറഞ്ഞുവെന്നാണ് ഇ ഡി വിശദീകരിക്കുന്നത്. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, കൂടുതൽ മന്ത്രിമാരുടെയും അറസ്റ്റിനുള്ള സാധ്യതയാണോ ഇ ഡിയുടെ ഈ നിലപാടിലൂടെ വ്യക്തമാകുന്നത്? രതീഷ, ഇന്ന് കോടതിയിൽ സമർപ്പിച്ച ജുഡീഷ്യൽ കസ്റ്റഡി റിപ്പോർട്ടിലാണ് മന്ത്രിമാരായ ആതിഷിയുടെയും സൗരഭിന്റെയും പേരുകൾ പറയുന്നത്. കസ്റ്റഡിയിലുള്ള അറസ്റ്റിലാക്കപ്പെട്ട കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ പേരുകൾ പറഞ്ഞതെന്നാണ് ഇ ഡി പറയുന്നത്. അതായത് ഇടനിലക്കാരനും, അതായത് മദ്യ കമ്പനികളുമായുള്ള ഇടനിലക്കാരനായിരുന്ന മലയാളിയായ ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകൻ കൂടിയായ വിജയ് നായർ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നത് ആതിഷിയെയും സൗരഭ് ഭരദ്വാജിനെയുമായിരുന്നു. തനിക്ക് ഇയാളുമായി നേരിട്ട് ബന്ധമൊന്നുമില്ല, ഇടയ്ക്ക് എപ്പോഴെങ്കിലും കാണുന്നതല്ലാതെ മറ്റൊരു ബന്ധവുമില്ല എന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ മൊഴി വന്നിരിക്കുന്നത്. റിമാൻഡ് റിപ്പോർട്ടിലുള്ള ഭാഗമാണത്. അതേസമയം എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ക്യാമ്പ് ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടാതെ മറ്റു രണ്ട് മന്ത്രിമാരെ ബന്ധപ്പെട്ടത് എന്നുള്ള ചോദ്യത്തിന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മറുപടി കൃത്യമായി നൽകില്ല എന്നും റിമാൻഡ് ജുഡീഷ്യൽ കസ്റ്റഡി റിപ്പോർട്ടിലുണ്ട്. ആദ്യമായിട്ടാണ് ഈ രണ്ട് മന്ത്രിമാരുടെ പേരുകൾ പുറത്തു വരുന്നത്. ചിലപ്പോൾ ഇ ഡിയുടെ അന്വേഷണം ഇനി ഇവരിലേക്ക് നീളാൻ സാധ്യതയുണ്ട്. ശരി, രണ്ട് മന്ത്രിമാരുടെ പേരുകൾ കൂടി ഇ ഡിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അവരിലേക്ക് കൂടി അന്വേഷണം നീളുന്ന സാഹചര്യം. പി ബസന്താണ് പുതിയ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.